ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസ് വ്ലോഗ്. ഇനി നമ്മൾ കുമ്പളങ്ങയാണ് കറി വെക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് നമുക്കത് പീസാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, കണ്ടോ? ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അരപ്പിനുള്ള തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക്, അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങനെ നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കതിനകത്ത് 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ വറ്റൽമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതും കൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അതിനകത്ത് ആഡ് ചെയ്യാൻ ആവശ്യമായ തൈര് നമുക്ക് ഒന്ന് മിക്സിയിൽ ജാറിൽ കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ഒത്തിരി തിളച്ച് പോകാൻ പാടില്ല. അപ്പം ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒത്തിരി തിളച്ച് പോയാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പം തിളച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ കാണിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടി അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്താൽ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകാനേ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ ചെറിയ പാത്രം നമുക്ക് സ്റ്റൗവിൽ വെക്കുക. എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇടാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകും പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആഡ് ചെയ്യുക. ഓക്കെ, അതിപ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് പകുതി മൂപ്പായി കഴിയുമ്പോഴത്തേനും നമുക്ക് വറ്റൽമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ബ്രൗണിഷ് കളറാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്ക് ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്യാം. കണ്ടോ, നല്ല ടേസ്റ്റി ആൻഡ് സൂപ്പർ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിന് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.